നമ്മൾക്കൊക്കെ ഇന്ന് വലിയ തിരക്കാണ്. ഈ തിരക്കേറിയ ജീവിതയാത്രയിൽ വയോജനങ്ങളെ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവർക്ക് നാം നൽകുന്ന സ്നേഹവും നാം നൽകുന്ന തണലും നാം അവർക്ക് കൊടുക്കുന്ന ചേർത്തുപിടിക്കലുകളും അവർക്ക് നൽകുന്ന ചുംബനങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന്, റബ്ബ് നമ്മൾക്ക് നൽകുന്ന കാരുണ്യത്തിന് അത് കാരണമായി തീരുമെന്നാണ്. നമ്മൾ അവർക്ക് വൈകാരികമായ പിന്തുണ കൊടുക്കണം, ശാരീരികമായ പരിചരണങ്ങൾ കൊടുക്കണം, സാമൂഹികമായ ബഹുമാനങ്ങൾ കൊടുക്കണം, ആത്മീയമായ പിന്തുണകൾ കൊടുക്കണം. ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മകൻ എന്ന നിലക്ക്, ഒരു പേരമകൻ പേരക്കുട്ടി എന്ന നിലക്ക്, ഒരു മരുമകൾ എന്ന നിലക്ക്, ഒരു സഹോദരൻ നിലക്ക് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ കൂടെ ജീവിക്കുന്ന വൃദ്ധജനങ്ങളോട് നാം എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറണ്ട എന്ന് കൃത്യമായി പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. നമ്മളൊക്കെ അങ്ങാടിയിലേക്ക് നോക്കിയാൽ, റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ, ബസ് സ്റ്റാൻഡുകളിൽ പോയാൽ, വലിയ തിരക്കുപിടിച്ച നഗരങ്ങളിൽ പോയാൽ വൃദ്ധരായ മാതാപിതാക്കളെയാണ് അലഞ്ഞുകൊണ്ടിരിക്കുന്നവരായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രയാസപ്പെട്ട് ഗർഭം ചുമന്ന്, ഏറെ പ്രയാസം സഹിച്ച് പ്രസവിച്ച്, അതിലേറെ പ്രയാസം സഹിച്ച് മുലയൂട്ടി, അതിലേറെ പ്രയാസപ്പെട്ട് പോറ്റി വളർത്തിയ മാതാവിനെ ഒരു ബാഹ്യ വസ്തുവായി കാണുന്ന പുതിയ കാലത്തെ മക്കൾ എത്രമേൽ ദാരുണമായ കാഴ്ചയാണ് നമ്മൾ ആലോചിക്കണം.